പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ വിശുദ്ധായിൽ സ്നേഹമുള്ള സഹോദരൻ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ ഈ പഴയ നിയമ ജനതയെ ഉപമിച്ചുകൊണ്ടാണ്, യേശുവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഉപമ ഈശോ പറയുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായിരുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഇത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു. അവസാനം തന്റെ ഏകജാതനായ ഈശോയെ നൽകുകയാണ്. അതാണ് സ്വന്തം മകനെ കൃഷിക്കാരുടെ അടുത്തേക്ക് ഫലങ്ങൾ ശേഖരിക്കാനായിട്ട് അയച്ചു എന്ന് പറയുന്നത്. എന്നാൽ ആ സ്വന്തം മകനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇസ്രായേൽ നാട്ടിൽ ഒത്തിരി പ്രവാചകന്മാരെ ജനതയെ നയിക്കാനും നിയന്ത്രിക്കാനുമായിട്ട് അയച്ചെങ്കിൽ അവർ ഒത്തിരി പേരെ മർദ്ദിക്കുകയും ചിലരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചിലരെ കൊന്നുകളയുകയും ചെയ്തു. അവസാനം തന്റെ ഏകജാതനോട് കരുണ കാണിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉടമസ്ഥനല്ലേ ദൈവം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. ഇസ്രായേൽ ജനതയിൽ നിന്ന് നേരിട്ട ആ പീഡനങ്ങളെല്ലാം യേശു ഇവിടെ ഉപമയുടെ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിന് വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് തോട്ടം നട്ടുപിടിപ്പിച്ചു. രണ്ടാമതായിട്ട് സംരക്ഷണം, വേലി കെട്ടി, മറ്റുള്ളവർ പുറമേ നിന്ന് വന്ന് നശിപ്പിക്കാതിരിക്കാൻ, മൃഗങ്ങളുടെ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി തിരിച്ചു. വിളവുകളുടെ സംസ്കരണത്തിന് വേണ്ടിയിട്ട് മുന്തിരി ചത്ത് സ്ഥാപിച്ചു. വേണ്ടതെല്ലാം ചെയ്യുകയാണ്. നാലാമതായിട്ട് ആരെങ്കിലും മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി ഫലങ്ങൾ മോഷ്ടിക്കാതിരിക്കുവാൻ വേണ്ടി നിരീക്ഷണ ഗോപുരം ഉയർന്ന തലത്തിൽ വെച്ചിരിക്കുന്നതാണ്, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ നിന്ന് നോക്കിയാൽ മുന്തിരിത്തോട്ടം കാണാൻ പറ്റും. ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥർ പലപ്പോഴും ടൗണുകളിൽ ജെറുസലേമിലോ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്നവരായിരിക്കും. എസ്റ്റേറ്റുകളുടെ മുതലാളിമാർ ടൗണുകളിൽ താമസിച്ചുകൊണ്ട് വേലക്കാരെയും അതുപോലെ അവിടെ പ്രതിനിധികളെയൊക്കെ അവിടെ ആക്കി ഈ തോട്ടം സംരക്ഷിച്ച് ആദായം എടുക്കുന്ന പതിവ് പാരമ്പര്യ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതാണ്, ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പാണ്. ബൈബിളിൽ പറയുന്നത് ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുമെന്നാണ്. അപ്പോൾ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട അമൂല്യമായിട്ടുള്ള വിലയുള്ളതാണ് മനുഷ്യൻ, എല്ലാത്തിലും മൂല്യമുള്ളതാണ്. അതുകൊണ്ട് ആ ഒറ്റ കാരണത്താൽ ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണെന്നുള്ള ചിന്ത, അതാണ് അനുശ്വരമായ ആത്മാവോടുകൂടി വരപ്രസാദത്തോടുകൂടി നമുക്ക് ദൈവിക ജീവൻ മാമോദീസ വഴി നൽകിക്കൊണ്ട് നമ്മെ വളർത്തുന്ന ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന. ഇത് ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം തന്നുകൊണ്ട്, അറിവുകൾ നൽകിക്കൊണ്ട്, ബുദ്ധിശക്തി തന്നുകൊണ്ട്, കാര്യപ്രാപ്തി തന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഴിവുകൾ ഓരോ വ്യക്തിക്കും തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ദുരിതാവസ്ഥകളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ കഴിവുകൾ ഒഴുകി വെക്കാനുള്ളതല്ല, അത് പ്രയോജനപ്പെടുത്താനാണ്. ഇപ്പം കൃഷിക്കാരനാണെങ്കിൽ അത് പുതിയ സാങ്കേതിക രീതികളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് മേഖലയിലാണെങ്കിലും തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ സേവനം അത് നിസ്വാർത്ഥമായിട്ട് ചെയ്യാനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള ആർജവത്വവും കഴിവും നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ സ്വന്തം സുഖവും സൗകര്യവും നോക്കാതെ അത് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് കഴിവുകൾ പൂർത്തീകരിക്കപ്പെടുക. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവകാരുണ്യ മേഖലകളുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയെന്ന യേശുവിനെ പറ്റി പറയുന്നത് അതുപോലെ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും അയൽവാസികളെയും മറ്റുള്ളവരുടെയൊക്കെ ജീവിതം മനോഹരമാക്കി മാറ്റാൻ, ദൈവകൃപകളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയും. അതാണ് പരസ്നേഹ പ്രവർത്തനങ്ങൾ, അതുപോലെ സഹായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ മറ്റുള്ള മാന്യമായിട്ടുള്ള പെരുമാറ്റം, മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെയൊക്കെ ആദരിക്കൽ, ഇങ്ങനെ മൂല്യത്തിൽ നിറഞ്ഞവരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ അനന്തര തലമുറകളെ വളർത്തേണ്ടതും അങ്ങനെ തന്നെയാണ്.
അതിനുവേണ്ടിയാണ് വേദപാഠം വെച്ചിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ശിക്ഷണങ്ങളും മൂല്യബോധം കൊടുക്കണം. വരുന്ന തലമുറകളിൽ വല്യപ്പനും വല്യമ്മയൊക്കെ ആ ശിക്ഷണവും സ്നേഹമൊക്കെ പകർന്നു കൊടുത്തിരുന്നു. ഇന്നത്തെ തലമുറകളിൽ പിള്ളേരുടെ എണ്ണം കുറഞ്ഞെങ്കിലും മൂല്യബദ്ധരായിട്ട് വളർത്താനായിട്ട് മാതാപിതാക്കൾ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പിള്ളേരുടെ ക്ലൈന്റ് സെന്റേഡ് തെറാപ്പി എന്ന് പറയുന്നത് പോലെ പിള്ളേരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രം പെരുമാറുകയല്ല, മൂല്യബോധത്തോടുകൂടി അവരെ വളർത്തണം. പ്രാർത്ഥന ആവശ്യമാണ്, പഠനം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്. തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ശാരീരികമായ വളർച്ചയനുസരിച്ച് അവരെ പരിശീലിപ്പിക്കേണ്ട വലിയ കടമ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിച്ചു വയ്ക്കുക. ഇത് നോയമ്പിന്റെ കാലഘട്ടമാണ്, പരിഹാരത്തിന്റെ കാലഘട്ടമാണ്. പിള്ളേരുടെ ഇഷ്ടമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയല്ല, നോമ്പ് ഉപവാസത്തിലേക്കൊക്കെ അവരെ അടുപ്പിക്കുന്നത് മാംസവർജനം കുടുംബത്തിൽ ഉണ്ടായിരിക്കുക, അത് മക്കൾ കൂടി എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചാൽ ഈ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളൊക്കെ താല്പര്യമൊക്കെ നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ADMAയുടെ രൂപത്തിലും മയക്കുമരുന്നിന്റെ രൂപത്തിലുമൊക്കെ തങ്ങൾക്ക് പുതിയ ജീവിതശൈലികൾ സമ്മാനിക്കുമ്പോൾ, അത് ലഭിക്കുമ്പോൾ, ലഭ്യമാകുമ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ടും സ്വന്തം ആരോഗ്യത്തെയും ആത്മാവിനെയൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് ഈ പരിഹാരം, പ്രായശ്ചിത്തം, ആശയടക്കം എന്നൊക്കെ പറഞ്ഞ മൂല്യങ്ങൾ വെറുതെ വെച്ചിരിക്കുന്നതല്ല, അതൊരു ശിക്ഷണത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് മദ്യ ഉണ്ടായിരുന്ന ഇന്ന് മയക്കുമരുന്ന് വിവിധ തരത്തിലും രൂപത്തിലും ഇവിടെയെല്ലാം ലഭ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കില്ലെങ്കിൽ നിങ്ങൾക്കറിയാം എത്രമാത്രം വ്യാപകമാണെന്ന് പത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു വശത്ത് ലഹരി മാഫിയ കച്ചവടക്കാര്, അത് ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയയിലൊക്കെ ഇവരൊക്കെ വളരെ ശക്തരാണ്. എതിരായിട്ട് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവരെ തകർത്തുകളെയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പണമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുൽസിത മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി സംഘങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലും ഇതിന്റെ ലഭ്യത പല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആഫ്രിക്കക്കാർ വന്നിട്ട് ബാംഗ്ലൂർ പഠിക്കുന്ന അല്ലെങ്കിൽ വടക്കേന്ത്യയിലെ ടൗണിൽ പഠിക്കുന്നവർ ഈ പറയുന്ന വിഷവസ്തു ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ആഫ്രിക്കക്കാരാണ് ഒരു സ്ഥലത്ത്. അതുപോലെ നാട്ടുകാരും വിദേശികളുമായിട്ടുള്ള ആളുകൾ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കള്ളക്കടത്തായിട്ട് ഇറക്കുമതി ചെയ്യുന്നവർ, അത് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല പെണ്ണുങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരമൊക്കെ വായിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നവർ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അത് ചെറുപ്പത്തിലെ തന്നെ ഉപയോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനായിട്ട് പറ്റുകയില്ല. ലഹരിക്ക് പണം കിട്ടാതാകുമ്പോൾ പെൺകുട്ടികളെ അവർ മറ്റു പെൺകുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്ന സംഘമുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് സേവിക്കാനായിട്ട് പറ്റും. അതുപോലെ പല രീതിയിൽ അഡിക്റ്റ് ആക്കുന്നുള്ള രീതികൾ ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവരെവിടെയായിരുന്നാലും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ശ്രദ്ധയോടെ വളർത്തേണ്ടതാണ്. അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. എൻ്റെ കുട്ടികൾ കുഴപ്പമില്ലെന്നും ആരും പറയണ്ട. ഇന്ന് ഒരു കുട്ടിയും സേഫ് അല്ല എന്നുള്ളതാണ്. കാരണം വീട്ടിലല്ല, അവർ പുറത്താണ്. ഈ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു ആൺകുട്ടി 12 വയസ്സുള്ളവൻ മാതാപിതാക്കന്മാർ ഉറങ്ങിക്കഴിയുമ്പോൾ സൈക്കിളിൽ പോയിട്ട് മയക്കുമരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇവന് മാത്രമല്ല 10 വയസ്സുള്ള പെണ്ണുക്കും കൊടുക്കുന്നത്. എവിടെ എത്തി സംഗതികൾ? അപ്പോൾ ലഹരി പല രൂപത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, LSD ഉണ്ട്, പണ്ട് കാലത്തുണ്ടായിരുന്നു. മരിജുവാനായുണ്ട്, കഞ്ചാവുണ്ട്, കറുപ്പുണ്ട്, പിന്നെ മോർഫിനുണ്ട്, പെത്തഡിനുണ്ട്. മോർഫിനൊക്കെ ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ അമിതമായിട്ടുള്ള വേദനകൾ വരുമ്പോഴതിന് വേദനാസമകാരിയായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാസലഹരിയാണ് MDMA. അത് പല രാസഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ്. ഏതാനും ഡോക്ടേഴ്സ് കൂടി ഇങ്ങനെ ഒരു ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ പറ്റി അവർ എഴുതിയിരുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പറയുകയാണ്.
കുറേ ഡോക്ടേഴ്സ് ഒന്നിച്ചുകൂടി വിചിന്തനം ചെയ്ത് തങ്ങൾ രോഗികളെ, പ്രത്യേകിച്ച് മാനസിക രോഗത്തിലേക്ക് മറ്റുമൊക്കെ എത്തുന്ന ആളുകളെ ചികിത്സിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ്. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ലഹരിയുടെ ഫലം ഛിന്നഭിന്നമാകുന്ന മസ്തിഷ്കം, നമ്മുടെ ചിന്താശക്തി തലച്ചോറ് വഴിയാണ്. ഛിന്നഭിന്നമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ശത്രുவோട് യുദ്ധം ചെയ്യുന്നവർ, കാരണം സ്വബോധം നഷ്ടപ്പെടുന്നു. ശബ്ദമില്ലെന്ന് പറഞ്ഞ് ടി വി തല്ലിപ്പൊട്ടിച്ചെന്ന് വരും. ഒക്കെ കുറെ മൂത്ത് കഴിയുമ്പോഴാണ് പിന്നെ ശത്രുവാണെന്ന് കരുതി ബൈക്കിന് തീ വെച്ചെന്ന് വരും. കാരണം വിളിവ് നഷ്ടപ്പെടും. മാനസിക രോഗത്തിലേക്ക് ചിലരൊക്കെ എത്താം. മസ്തിഷ്കം തകർന്ന് മരിച്ചു മരവിച്ച മസ്തിഷ്കം, ഡോപാമിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ കയറി പ്രവർത്തിച്ച് കഴിയുന്നു. അപ്പോൾ ആദ്യമേ അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസിന് കുറച്ച് കഴിക്കുന്നു, പിന്നെ അടുത്ത ദിവസം കൂടുതൽ കഴിക്കുന്നു, പിന്നെ അത് കഴിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ വിക്ടേറ്റിൽ മോട്ടിക്കാനോ കൊല്ലാനോ അടിക്കാനോ എന്തിനു വേണ്ടിയും തയ്യാറാകുന്നു. അപ്പം അമ്മയപ്പോഴൊന്നും പ്രശ്നമൊന്നുമല്ല. ചോദിക്കുന്ന പണം കൊടുത്തില്ല, അമ്മയ്ക്ക് അമ്മയെ തട്ടിയെന്ന് വരും, അപ്പനെ അടിച്ചെന്ന് വരും. അതുകൊണ്ട് നിർത്തുമെന്ന് കഴിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അമ്മ മകനെതിരെ കേസ് കൊടുത്തിരിക്കുക. അമ്മയപ്പനെ കൊല്ലുമെന്ന് പറഞ്ഞാണ്. രാസ ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരൻ അപ്പനെ അമ്മയെ കൊല്ലും. ഭയപ്പെട്ടിട്ട് പോലീസ് കൊടുത്തിരിക്കുക. പയ്യനെ ഇറക്കി വിട്ടാല പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നും പോലീസിൽ തന്നെ വെക്കുമോ? രണ്ടാമതായിട്ട് നഷ്ടമാകുന്ന ഓർമ്മ, പഠന ചിന്താശേഷി ലഹരി നിർത്തിയാലും അതിൻ്റെ ആഘാതം വീണ്ടും നന്നായിട്ട് കിട്ടുകയില്ല. ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചാൽ വിവാഹബന്ധം തകർന്നു പോകാനാണ് സാധ്യതയേറെ. കാരണം കംപ്ലീറ്റ് നോർമലായിരിക്കുകയില്ല. ഉപയോഗിക്കുന്ന ആളാണ് പറയുകയും വേണ്ട. ഇനി ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, മാനസിക രോഗാവസ്ഥ, ഭയം, ആദി, ഉറക്ക, ചിത്തഭ്രമ, ഇങ്ങനെയുള്ള പല പല പരിപാടികൾ അതിലേക്ക് നയിക്കും കുറെ കഴിയുമ്പോൾ. പിന്നെ MDMA, അത് രാസലഹരിയാണ്. നാഡീവ്യൂഹങ്ങളെ നശിപ്പിക്കുന്നു, വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ ഇതിന്റെ പെടുന്ന അൽസൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലാതാകുന്ന രോഗത്തിനാണ്. വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ചിലർക്കൊക്കെ സ്വാഭാവികമായിട്ട് വരാറുണ്ട്, അതിലേക്ക് നയിക്കാം. പിന്നെ പ്രായമായി കഴിയുമ്പോൾ ചിലർക്കുണ്ടാകുന്നതാണ് വിറരോഗം, പാർക്കിൻസ് എന്ന് പറയും. അപ്പോൾ അതും കയറി പിടിക്കാനായിട്ട് സാധ്യതയേറെ. അതുപോലെ അവസ്മാരം, അത് രോഗികൾക്ക് ആ സാധനം ഉണ്ടാകുന്നത്, ഇത് ഉപയോഗിക്കുന്നവർക്ക് അവസ്മാരത്തിലേക്ക്, ഇളക്കത്തിലേക്കൊക്കെ എത്താം. പിന്നെ മറ്റുള്ളവരെ കൊല്ലാനും ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത, അത് വിഷാദരോഗം എന്ന് പറയും. വിഷാദരോഗം ഇതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന സെന്റേഴ്സിൽ കൊണ്ട് കുറെ നാളായിട്ട് ചികിത്സിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് എത്താനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്. പിന്നെ ശാരീരിക അവയവങ്ങളുടെ തകർച്ച, 25 വയസ്സിൽ കരരോഗം വന്നെന്ന് പറയും, വരാനിടയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തം, കരരോഗങ്ങൾ, ഇതൊക്കെ പകർന്നു കഴിഞ്ഞാലും മരണം ഉറപ്പാണ്. പിന്നെ സിറോസിസ്, കരളിന് വരുന്ന അസുഖമാണ് സിറോസിസ്. സാധാരണ അമിത മദ്യപാനികൾക്ക് വരുന്നതാണ്. അത് പിടിക്കാൻ ക്യാൻസറിലേക്ക് നയിക്കായത് കാരണം ഡോക്ടേഴ്സ് പറയുന്നത്. പുരുഷന്മാരിൽ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടാം. ആമാശയം, ഛർദി, വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ, ഭാരം കുറയുക തുടങ്ങിയ അവസ്ഥകളിലേക്ക് കുറെ കാലം ഉപയോഗിക്കുന്ന വ്യക്തി അതിലേക്ക് എത്താം. പിന്നെ രാസലഹരി അമിതമായി കഴിയുമ്പോൾ കുറെ കാലം വെച്ച് ഒരു പൊടിയുന്ന പല്ല് പൊടിച്ചു പോകുന്ന പറഞ്ഞാൽ ഇത് രാസമല്ലേ. പല്ലുകളുടെ തേയ്മാനം, ഉമിനീർ ഉൽപാദനത്തിന്റെ കുറവ്, ഇതൊക്കെ ഉണ്ടാകും. ഇനി അടുത്തതായിട്ട് പറയുന്നത് പഞ്ചറാകുന്ന ശ്വാസകോശത്തെ പറ്റിയാണ്. സ്പോഞ്ച് പോലെയാകും. കോശങ്ങൾക്ക് നാശം, ശ്വാസകോശം മരിക്കും. ബ്രോങ്കൈറ്റിസ്, മാറാത്ത ചുമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ താളം തെറ്റുന്ന ഹൃദയയിടിപ്പ്, നമ്മൾ ഹൃദയയിടിപ്പുള്ളതുകൊണ്ടാണ് ജീവിക്കുന്നത്, താളം തെറ്റും. ഇനി എങ്ങനെയാണ്? പിന്നെ ഹൃദയവാലുകൾക്ക് തകരാറ് വരാം, രക്തസമ്മർദ്ദം കൂടും, ഹൃദയാഘാതം അറ്റാക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഹൃദയത്തിൽ ഫംഗസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ അകാല വാർദ്ധക്യത്തിലേക്കും രോഗത്തിലേക്കും മരണത്തിലേക്കും നയിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഇതെങ്ങനെയാണ് വ്യാപിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്നത്.
ഇതാരെങ്കിലും കൊടുക്കുന്നു, അത് വാങ്ങുന്നു, ഒന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ കാര്യങ്ങളും പിള്ളേരുടെ താല്പര്യം അനുസരിച്ച് ചെയ്തു കൊടുത്ത് വളർത്തുന്ന മക്കളാണെങ്കിൽ നീ രാസലഹരിയല്ല എന്താണേലും കിട്ടിയാൽ കഴിച്ചേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ മറ്റുള്ളവര് കൊടുക്കുന്നു, ആഹാരത്തിൽ കൂടെ കൊടുക്കാം. നമ്മളൊരു കൂൾ ഡ്രിങ്ക്, ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട്, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് അല്ലോ, അപ്പോൾ ഇതിൻ്റെ നഖത്തിൻ്റെ ഇടയിൽ ഇച്ചിരി ഇത് വെച്ചിട്ട് കൈയൊന്ന് പൊടിച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞു പിന്നെ ആ സ്ഥലത്ത് തന്നെ ചെല്ലും കഴിക്കാനായിട്ട്. 2 പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ അഡിക്റ്റ് ആകും. പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറയുന്നിടത്ത് ചെല്ലും. കാരണം അവർക്ക് ഇതില്ലാതെ നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ പിള്ളേരെ ദുരുപയോഗിച്ച പല കേസുകൾ കേരളത്തിലുണ്ട്. പലരും അറിയില്ല. 12 വയസ്സ് മുതലെയുള്ള ഇങ്ങനെയുള്ളവന്മാരെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിന് ജാതി മതവുമില്ല. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾ കാരിയേഴ്സ് ഉണ്ട്. പിന്നെ മൊത്തക്കച്ചവടക്കാർ വലിയ വലിയ ഗ്രൂപ്പുകളായി. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് പെൺകുട്ടികളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ആൺകുട്ടികളെയും സൂക്ഷിക്കണം, എല്ലാവരെയും സൂക്ഷിക്കണം, നമ്മളും സൂക്ഷിക്കണം. അതുകൊണ്ട് പെൺകുട്ടികളെ ഇവരുടെ കൂട്ടുകാരുടെ വീടുകളിലേക്കൊക്കെ വിടുന്നത് നല്ലതായിരിക്കുകയില്ല. പല പെൺകുട്ടികളും കൂട്ടുകാരുടെ വീടുകളിൽ ചെന്ന് ജ്യൂസ് അല്ലെങ്കിൽ മയക്ക് ചേർത്ത ജ്യൂസൊക്കെ കൊടുത്ത് അവരെ അബോധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ ദുരുപയോഗിച്ചതിൻ്റെ ഫോട്ടോ എടുത്ത് പീഡിപ്പിച്ച് അങ്ങനെ ശല്യം ചെയ്ത ഒത്തിരി പല കേസുകളുമുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീടുകളിലേക്ക് പിള്ളേരെ വിടേണ്ട കാര്യമില്ല, വിടാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ജ്യൂസൊക്കെ വേണമെങ്കിൽ വീട്ടിൽ പഴമൊക്കെ മേടിച്ചങ്ങ് അടിച്ചങ്ങ് കൊടുക്കുകയാണ് നല്ലത്. പിന്നെ ചില മിഠായികൾ കൊണ്ടുവന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അയർലൻഡിൽ വന്നൊരു മനുഷ്യനെ പറഞ്ഞു, അവിടെ ചെറുപ്പക്കാരിങ്ങനെ ഇതെല്ലാം അടിച്ചിട്ട് അങ്ങാടിയിലൊക്കെ കിടക്കുന്ന ചെറുപ്പക്കാരുണ്ടെന്നാണ്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉണ്ട്. ഇതിന് അഡിക്റ്റായിട്ട് കുത്താടി ഇങ്ങനെ നടക്കുക, ഏതെങ്കിലും തിണ്ണെ കിടക്കുക, മയങ്ങി കിടക്കുക, അങ്ങനെയുള്ളവർ. കുടുംബത്തിൽ കുടുംബവും വീടൊന്നും അവർക്കില്ല. പിന്നെ ഇവർക്ക് ഇതിനുവേണ്ടി പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പ്രായമായിട്ട് താമസിക്കുന്ന വീടുകൾ നോക്കി കൊള്ള ചെയ്യുന്ന ഏർപ്പാട് അയർലൻഡിലുണ്ടെന്ന് പറയും. പല രാജ്യങ്ങളിലും. അപ്പം അങ്ങനെയാണ് മയക്കുമരുന്ന്, മദ്യം സാധാരണ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും MDMA-യിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ഇടപെടലുകളിൽ നിയന്ത്രണം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ പല കടകളിൽ നിന്നും പെട്ടിക്കടകളിൽ നിന്നൊക്കെ മേടിച്ച് സേവിക്കുന്നതിൽ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. അമിതമായിട്ടുള്ള പൈസ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മേടിക്കാനായിട്ട് അവർക്ക് അതിന് താല്പര്യമാണ്. പണം ഇഷ്ടംപോലെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നല്ല ഓരോ ഡോസിന് 1000 രൂപയ്ക്ക് വിലയുണ്ട് ഒരു തരി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇഷ്ടംപോലെ എൻ്റെ കൊച്ചാണ് ഇഷ്ടംപോലെ വീട്ടിൽ പൈസയുണ്ട്, കൊച്ചിന് ഇഷ്ടംപോലെ ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ചോട്ടേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഉണ്ടല്ലോ, എന്താ ചെയ്യാൻ പറ്റുന്നത്, അപ്പം മേടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കുക. ഇന്നത്തെ ഭൂമിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് തോട്ടത്തിൻ്റെ മുന്തിരിത്തോട്ടം, കൃഷിക്കാർ, ഇവരെ നമ്മൾ ഈ ഭൂമിയാകുന്ന തമ്പുരാൻ്റെ തോട്ടത്തിലെ ആളുകളാണ്, നമ്മുടെ കുടുംബങ്ങളിലെ ആളുകളാണ്, ദൈവജനമാണ്. നമ്മുടെ അനന്തര തലമുറയിൽ നമ്മളും നന്മയിൽ ജീവിക്കാനും തകർച്ചയ്ക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ, ആഹാരക്രമങ്ങൾ, ലഹരികൾ ഇവയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെയും പരിശീലിപ്പിക്കുക. അത് ആവശ്യമാണ്, നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇതാ വേണ്ടി